അപ്പോൾ രണ്ടാമത്തെ മസല കഴിഞ്ഞു. അതായത് കുറഞ്ഞ വെള്ളം അശുദ്ധിക്ക് വേണ്ടി, അശുദ്ധി ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ. ഇനി മറ്റൊന്ന് മസല, ഔ ഗുമിസ ഫീഹി യദു ഖായിമിൻ മിൻ നൗമി ലൈലിൻ നാഖിലിൻ ലിവുദൂഇൻ എന്നാണ്. രാത്രിയിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഒരാൾ അയാളുടെ കൈ വെള്ളത്തിൽ മുക്കിയാൽ, അത് നമ്മൾ നേരത്തെ ഈ സ്ത്രീകളുടെ ആ വെള്ളത്തിലെ മസല പറഞ്ഞതുപോലെ തന്നെ തഅബ്ബുദിയായ ഒരു മസലയാണ്. അഥവാ ഹദീസ് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരാൾ ഉറക്കം നേടിയിട്ടാൽ നിങ്ങൾ വെള്ളത്തിൽ കൈ കൊണ്ടുപോയി മുക്കരുത്. ഫൈന അഹദക്കും ലാ യദ്രി ഐന ബാതത് യദുഹു, അവൻ്റെ കൈ എവിടെയാണ് രാത്രി കഴിച്ചു കൂട്ടിയത് എന്നവൻ അറിയില്ലല്ലോ. അപ്പം രാത്രി ഉറക്കുന്ന എണീറ്റ ഒരാൾ നേരെ കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിൽ കൈ മുക്കരുത്. കൈ ആദ്യം പുറത്തുനിന്ന് കഴുകണം. കഴുകിയിട്ട് ആ വെള്ളത്തിലേക്ക് കൈ മുക്കാവൂ. കാരണം അവൻ്റെ കൈ രാത്രി എവിടേക്ക് കഴിച്ചു കൂട്ടിയവൻ അറിയില്ല. കാരണം ഉറക്കത്തിൽ കൈ എങ്ങോട്ടും പോകാം, ചിലപ്പോൾ ഗുഹ്യസ്ഥാനത്ത് കൈയെത്താം, ആ കൈമ നേഴ്സാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഉറക്കുന്ന എഴുന്നേറ്റാൽ നിങ്ങൾ ആദ്യം കൈ കഴുകുക. കഴുകിയ കൈയാണ് പിന്നെ വെള്ളത്തിൽ മുക്കേണ്ടത് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൻ്റെ പ്രത്യക്ഷാർത്ഥം എടുത്തുകൊണ്ടാണ് ഈ മസല ഫിഖ്ഹിൽ ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കിയത് ഈ കൈ വെള്ളത്തിൽ മുക്കിയാൽ അതോടെ ആ വെള്ളത്തെ തൊഹൂരിയത്ത് ഇല്ലാതായി പോകും. അത് തൊഹൂറിൽ നിന്ന് ത്വാഹിറിലേക്ക് ആ വെള്ളം മാറുമെന്നാണ് മദ്ഹബിലെ മസ്അല. എന്നാൽ അതും നേരത്തെ രണ്ട് മസ്അല പറഞ്ഞ പോലെ തന്നെ 100% അത് അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം ഈ ഹദീസ് പറഞ്ഞപ്പോൾ തന്നെ അതിന് കാരണം അവിടെ തന്നെ പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിൽ കൈ മുക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞു, അവൻ്റെ കൈ എവിടെയാണ് കഴിച്ചു കൂട്ടിയത് അവനറിയില്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കൈ മുക്കിയാൽ വെള്ളം അതുകൂടി തൊഹൂറല്ലായി മാറി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു സൂക്ഷ്മതയുടെ ഭാഗം മാത്രമാണ്, അതൊരു പാടില്ല എന്നോ ഹറാമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ആ പറഞ്ഞത്. നേരെ മറിച്ച് ഒരു ശ്രദ്ധ വേണം. അഥവാ കയ്യുമ്മിൽ വല്ല നേഴ്സോ മറ്റൊക്കെ ആവാൻ ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ട് വെള്ളത്തിൽ മുക്കും മുമ്പ് കൈ ഒന്ന് കഴുകണം എന്ന് പറഞ്ഞാൽ അതൊരു ഇഹ്തിയാത്ത്, ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടൊരു മസ്അല മാത്രമാണ്. അതല്ലാതെ അതിന് കൈ മുക്കിക്കഴിഞ്ഞാൽ അതോടുകൂടി ആ വെള്ളം ശുദ്ധിയല്ലാതായി മാറും എന്ന് പറയാൻ ഇതൊരിക്കലും ന്യായമല്ല എന്ന് ശർഹ് ചെയ്തപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു. അതെ ആണെങ്കിലാണ്. അപ്പം അതുകൊണ്ടാണ് അത് ആ ഹദീസിൽ വന്ന നിബന്ധന ഈ പറഞ്ഞൊക്കെ എന്ത്, ഒന്ന് ഖായിമിൻ മിൻ നൗമിൻ, ഉറക്കുന്നതിനേറ്റാണ്, അതും ലൈലിൻ, രാത്രി ഉറക്കം. കാരണം ഹദീസ് വന്ന അങ്ങനെയാണ്, ലാ യദ്രി ഐന ബാതത് യദുഹു, അവൻ്റെ കൈ രാത്രി എവിടെയൊക്കെ കഴിച്ചു കൂട്ടിയെന്നറിയില്ല. അപ്പം പകലൊന്നൊരു 10 മിനിറ്റ് കിടന്നു, അതിൽ എണീറ്റു, അവന് ഈ ഹദീസ് ബാധകമല്ല, ഈ ഹദീസിലെ ബാഹ്യമായ പ്രയോഗമനുസരിച്ച് എന്നൊക്കെയാണ് അവരതിൽ നിന്ന് തെളിവ് കണ്ടെത്തുന്നത്. വല്ലാഹു അഅലം. പഴയ കാലത്തെ മുഅ്തസിലിയാക്കൾ നിശ്ചയിച്ച ഹദീസാണിത്. ഹദീസിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസിനെ പഴയ കാലത്തെ മുഅ്തസിലിയാക്കൾ നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം അവസാനം പറഞ്ഞ അവൻ്റെ കൈ എവിടെയാണ് കഴിച്ചു കൂട്ടി അറിയാതാണ്, ഒരു അല്പമക്കാരിയല്ലോ എന്നാണ്. ഉറങ്ങുമ്പോൾ കൈ ഒടുക്കുകയും പോകുന്നില്ലല്ലോ. ഒരാൾ ഉറങ്ങുമ്പോൾ കൈ മാത്രമേ ഒടുക്കുകയും പോകുന്നില്ല, അവൻ്റെ കൈ ശരീരത്തിലുണ്ടല്ലോ, അടങ്ങി നിൽക്കുക, അവൻ്റെ കൈ ശരീരത്തിലുണ്ടല്ലോ. അതുകൊണ്ട് അത് ഒരിക്കലും ഒരു പറയാവുന്ന കാര്യം നബി പറയില്ല, നബി പറയാൻ മാത്രമുള്ള സംഗതിയല്ല. അതുകൊണ്ട് ആ ഹദീസ് സ്വീകാര്യമല്ല എന്നാണ് ഈ ഹദീസ് തള്ളിയ പഴയ കാലത്തിന് അല്ലാമിനെ പോലുള്ള മുഅ്തസിലിയാക്കളൊക്കെ ഹദീസ് തള്ളിയപ്പോൾ ഈ ഹദീസ് അതിൽപ്പെട്ട ഒന്നാണ്. അപ്പം അതിന് ഇബ്നു ഖുതൈബ റഹിമഹുല്ല അവിടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഉദ്ദേശമാണ്, കൈ എവിടെ ഉണ്ടായി അറിയാൻ നേരത്തെ കൈ ഒടിക്കാൻ പോകുമെന്ന് പേടിച്ചിട്ടുള്ളതല്ല. നേരെ മറിച്ചോടെ ഗുഹ്യസ്ഥാനത്തൊക്കെ കൈ തട്ടാം. ഒരു പക്ഷേ മൂത്രമോ അറിയാതെക്കുള്ള എന്തെങ്കിലുമൊക്കെ നേഴ്സുകളോ ഒക്കെ കയ്യിലാവാൻ ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത ഒന്ന് പരിഗണിക്കണം എന്നേ നബിയെ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ, നേരത്തെ സാധ്യത ഇല്ലെങ്കിലോ പ്രശ്നമില്ല. അങ്ങനെ സാധ്യതയൊന്നുമില്ല. നല്ല വസ്ത്രം കെട്ടാൻ അടിവസ്ത്രം ഇട്ടൊക്കെ കിടന്നുറങ്ങിയാണ്, ഓരോ കൈ എവിടെ പോയാലും കൈമൊന്നും ആവാനില്ല എങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതയെ കൂടി ഇത് കണക്കിലെടുക്കണം എന്നേ ഹദീസിനെ അധ്യാപനമുള്ളൂ. അല്ല അത് പറഞ്ഞിട്ട് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല, നബി പറയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥിരപ്പെട്ട ഹദീസിനെ
ഒഴിവാക്കേണ്ടതില്ല എന്നാണ് അന്ന് അവർ നൽകിയ മറുപടി അതിനൊക്കെ. ഏതെന്നാലും 3 മസ്അല ഇപ്പോൾ അവിടെ പറഞ്ഞു. പിന്നെ അവിടെ ഇതിൽ വന്ന വേറെ കുറേ ചർച്ചകളുണ്ട്. ഈ കൈ എന്ന് പറഞ്ഞത് എല്ലാവരുടെ കയ്യിലും ബാധകമാണോ, കുട്ടികൾക്ക് ബാധകമാണോ, ഇനി മുസ്ലിം അല്ലാത്തൊരു ബാധകമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെയുണ്ട്. ഇപ്പം മുസ്ലിം അല്ലാത്ത ഒരാളാണ് ഇങ്ങനെ വെള്ളത്തിൽ കൊടുത്ത് കൈ മുക്കിയത് എങ്കിൽ ആ വെള്ളത്തിൽ തൊഹൂരിയത്ത് ഇല്ലാതാകുമോ ഇല്ലേ? ആ ഫിഖിൽ മറ്റൊരു ചർച്ചയാണ്. മുസ്ലിമിന് മാത്രമാണോ ഇത് ബാധകം? ഫിഖിൽ പൊതുവെ മുസ്ലിമായ ആൾ കൈ മുക്കിയാലാണ് ഈ ഹുക്കം പറയുന്നുള്ളൂ. ഇതാ ഇബ്നു തൈമിയ്യ പറഞ്ഞത് മുസ്ലിമിനത് ബാധകമാണെങ്കിൽ അല്ലാത്തവന് ഏതായാലും ബാധകമാണ്. കാരണം ഈ വിഷയത്തിൽ മുസ്ലിമിനുള്ള സൂക്ഷ്മത അല്ലാത്തവർ ഏതായാലും ഉണ്ടാവുകയില്ലല്ലോ. മാത്രമല്ല ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളും മുസ്ലിമിനും അമുസ്ലിമിനും ഒക്കെ ബാധ്യതയാണ്. ഒരു അമുസ്ലിമിനും ഇസ്ലാമിൻ്റെ എല്ലാ തക്ലീഫുകളും എല്ലാ നിയമങ്ങളും ഒരു അമുസ്ലിമിനും ബാധകമാണ്, മുസ്ലിമിന് മാത്രമല്ല. അതുകൊണ്ട് ഓനത് ബാധകമല്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് ന്യായമില്ല എന്നൊക്കെ ചർച്ചകൾ അവിടെ വരുന്നു. വല്ലാഹു അഅലം.